ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പ്രത്യേകം ഓർക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ചും ഹജ്ജുകാലവുമായി ബന്ധപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഈ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു കഥാപാത്രം എന്ന നിലയ്ക്ക് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം മതവിശ്വാസികൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ച മറ്റൊരു പ്രവാചകൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമൻ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നിന്നെ ഞാൻ ജനങ്ങളുടെ ഒരു നേതാവാക്കി മാറ്റുന്നു. വിശ്വാസികളുടെ നേതാവ് എന്നല്ല പറഞ്ഞത്, ജനങ്ങളുടെ ഒരു നേതാവ്. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിലകൊണ്ടിരുന്ന കറകളഞ്ഞ ഹനീഫായ ഋജുവായ ഏകദൈവാരാധനയുമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന സമൂഹമുണ്ട്. അത് കൈവിട്ട് അതിൽ നിന്നൊക്കെ പിരിഞ്ഞ് ബഹുദൈവത്വത്തിൽ വിശ്വസിക്കുകയും ബഹുദൈവാരാധകരായി ജീവിക്കുകയൊക്കെ ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതാവായി തന്നെയാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നി ജാഇലുക ലിന്നാസി ലിൽ മുഅ്മിനീനാണോ അല്ലെങ്കിൽ ലിൽ മുസ്ലിമീന എന്നൊന്നുമല്ല പറഞ്ഞത്, ലിന്നാസി ജനങ്ങൾക്ക് നാം നിന്നെ ഒരു നേതാവാക്കിയിട്ടുണ്ട്. ജൂതന്മാരുടെ നേതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ക്രിസ്ത്യാനികളുടെ നേതാവാണ്. അവരൊക്കെ അഭിമാനം കൊള്ളുന്ന ഒരു നേതാവാണ്, പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മുസ്ലിങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം പിന്തുടരാതിരിക്കുക എന്നത് ഒരു ഭോഷത്തരമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞത്. ബുദ്ധിയുള്ളവർ ഇബ്രാഹിം നബിയുടെ മാർഗം പിന്തുടർന്ന് ജീവിക്കും എന്നാണ് ഖുർആൻ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. ബഹുദൈവ വിശ്വാസികളായ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ബഹുദൈവ വിശ്വാസികളായ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള ഹൈന്ദവ മതവിശ്വാസികൾക്കിടയിലും ഇബ്രാഹിം എന്നത് അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവാണ്. അവരുടെ ചില ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബ്രാഹ്മണൻ എന്ന ഈ പദം തന്നെ ഇബ്രാഹിം എന്നതിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. അപ്പൊ ഞങ്ങളുടെയും നേതാവാണ് ഇബ്രാഹിം നബി എന്നാണ് പറയുന്ന ആളുകൾ ആണ് അവർ. അതുപോലെ മറ്റ് സൊറാസ്തർ മതവിശ്വാസികളെ പറഞ്ഞ് പഠിച്ചു നോക്കിയാൽ അവർക്കും ഇബ്രാഹിം നബി ഒരു വലിയ നേതാവ് തന്നെയാണ്. അങ്ങനെ എല്ലാവരുടെയും നേതാവായി അല്ലെങ്കിൽ എല്ലാവരുടെയും അംഗീകാരമുള്ള ഇത്രയധികം സ്വീകാര്യത ലഭിച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചതിനേക്കാൾ കൂടുതലില്ല. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം ലോകരിൽ ശ്രേഷ്ഠനാണ്. പക്ഷേ വിശ്വാസികളെ പ്രവാചകനായും നേതാവായും അംഗീകരിക്കുന്നുള്ളൂ. ഈസാ അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ. മൂസ അലൈഹി ഇസ്ലാമിനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമേ അംഗീകരിക്കുന്നുള്ളൂ. എന്നാൽ ഇബ്രാഹിം നബിനെ അങ്ങനെയല്ല. ഇവരെല്ലാവരും, അതിന് പുറമെ ബഹുദൈവ വിശ്വാസികളും അല്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രവാചകനാണ്. അങ്ങനത്തെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി ധാരാളം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സവിശേഷതകൾ, ഗുണങ്ങൾ, അദ്ദേഹം ഉൾക്കൊണ്ടിരുന്ന ജീവിത രീതി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവാരാധനയുടെ ഒരു പ്രതീകമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരുപാട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പറഞ്ഞൊരു വചനാണ് ഞാൻ ഓതിയത്.
വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. അള്ളാഹുവിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ഒരാളെക്കാൾ നല്ല ഒരു മതവിശ്വാസി അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു ഉടമ മറ്റാരാ ഉള്ളത്? വഹുവ മുഹ്സിനുൻ, സൽക്കർമ്മം നന്മ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാളെക്കാൾ നല്ല ആരാണുള്ളത്? വത്തബഅ മില്ലത ഇബ്രാഹിം, അതുപോലെ ഇബ്രാഹിം നബിയുടെ മാർഗം പിന്തുടർന്ന് ഹനീഫൻ ഋജുവായ നേർക്ക് നേരെയുള്ള ഇബ്രാഹിം നബിയുടെ ആ മാർഗം പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ ഉത്തമനായി പിന്നെ ഭൂമിയിൽ മറ്റേത് മനുഷ്യരാണുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നും ഖുർആൻ പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരുപാട് സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആകണം നമ്മൾ എന്ന് നിൽക്കാണ്. അതിൽപ്പെട്ട ചില സവിശേഷതകൾ മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താണ്. അതിലൊന്ന്, ഇബ്രാഹിമിനെ പറ്റി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പക്വതയെ സംബന്ധിച്ച്. വലഖദ് ആതൈനാ ഇബ്രാഹിമ റുശ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി അലീമീൻ. സൂറത്തുൽ അംബിയായിലെ 51-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വളരെ പക്വമതിയായ മനുഷ്യനായി. നേരത്തെ തന്നെ അങ്ങനെയാണ്. അത് വകുന്നാ ബിഹി അലീമീൻ, അത് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെറുപ്പം മുതൽ ആ ജീവിക്കുന്ന സന്ദർഭം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അദ്ദേഹത്തിൽ ഒരു പ്രവാചകനായി വരുന്നതിന്റെ മുമ്പ് തന്നെ വളരെ പക്വമായ നിലപാടുകൾ, ഒരു റുഷ്ദ്, ഒരു തീവ്രതയൊന്നുമില്ലാത്ത പക്വമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ചില സന്ദർഭങ്ങളിൽ ഈ ചില ആളുകളെ സംബന്ധിച്ച് ചില പ്രവാചകന്മാർ നൂഹ് അലൈഹിസ്സലാം ലൂത്ത് അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട് തൻ്റെ കൗമിനോട്, റഷീദ്, അല്ല കൂട്ടരെ, നിങ്ങളുടെ കൂട്ടത്തില് ഒരു പക്വതയുള്ള ഒരു മനുഷ്യനില്ലേ? കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ചിന്തിച്ച് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന സംഗതികൾ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പക്വമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ഒരാൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് ഒന്നായി ഇരച്ചു കയറി അദ്ദേഹത്തിന്റെ അതിഥികളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി കയറി വന്ന ആളുകളോട് ലൂത്ത് അലൈഹിസ്സലാം ചോദിക്കുന്നു. അപ്പൊ പക്വത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് വളരെ പ്രധാനമായി ഉണ്ടാകേണ്ടത്. പിന്നെ അതിന് പ്രധാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നത് വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഇബ്രാഹിമിനെ നിങ്ങൾ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഇബ്രാഹിമിനെ നിങ്ങളൊന്ന് ആലോചിക്കുക, ചിന്തിക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സത്യസന്ധനായ ഒരു പ്രവാചകൻ. ഈ സത്യസന്ധത എന്നത് ഇബ്രാഹിമിന്റെ ഒരു വലിയ മുഖമുദ്രയായിരുന്നു. സത്യമേ പറയൂ, സത്യസന്ധമായി മാത്രമേ ഉള്ളൂ. അതിന് വലിയൊരു ഉദാഹരണമാണ് പരലോകത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു അദ്ദേഹം പേടിക്കുന്നൊരു വിഷയം നമുക്ക് പറഞ്ഞു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അത് ഈ ജനങ്ങളെല്ലാവരും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മറ്റ് പ്രവാചകന്മാരുടെ എല്ലാവരുടെ അടുക്കിലേക്കും ഈ വിചാരണക്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ വേണ്ടി ഓരോ പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്നും ഇങ്ങനെ പറയും, ഒന്ന് അല്ലാഹുവോട് ഇതൊന്ന് വിചാരണക്കെടുക്കണം. ജനങ്ങളിങ്ങനെ മഹ്ശറിൽ പ്രയാസപ്പെട്ട് ഒരുപാട് കാലം ഇങ്ങനെ അവർ കഴിഞ്ഞുകൂടി അവർക്ക് ഇനി നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥ എത്തുമ്പോൾ അവർ ഓരോ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് എത്തും. നൂഹ് അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് വരും, അതുപോലെ ഇബ്രാഹിം നബിയുടെ അടുക്കിലേക്ക് വരും, മൂസാ നബിയുടെ അടുക്കിലേക്ക് വരും. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ അടുക്കിലേക്കും അവർ വരും. എന്നിട്ട് ഒരു വിചാരണക്കെടുക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പറയാൻ അവർക്ക് ആവശ്യം. എല്ലാ പ്രവാചകന്മാരും അവർക്കൊക്കെ അവരുടെ കാര്യം തന്നെയായിരുന്നു വലിയ പ്രശ്നം. ഞങ്ങളുടെ കാര്യം തന്നെ എന്താവും എന്നറിയില്ല, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീണ് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് പിന്നെ ഈ
വിചാരണക്ക് എടുക്കുന്നത് എന്ന് സഹീഹായ ഹദീസുകളിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരു സംഭവം പരലോകത്ത് വരാനിരിക്കുന്ന മുഹമ്മദ് നബി വിചാരണക്ക് എടുക്കാൻ വേണ്ടി ശുപാർശ നടത്തുന്നതിൻ്റെ ഒരു ഭാഗം നമുക്ക് വിവരിച്ചിരുന്നു. അതിൽ ഇബ്രാഹിം നബിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഇബ്രാഹിം നബി പറയുന്ന ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി പറയുന്നത്, എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്താവുന്ന പേടിയാണ്, അതുകൊണ്ട് എനിക്ക് ഇതിൽ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. എന്താ എൻ്റെ കാര്യത്തിലുള്ള പേടി? ഞാൻ ഒരു 3 പ്രാവശ്യം ഒരു കളവ് അല്ലെങ്കിൽ ഒരു കളവ് പറഞ്ഞിരിക്കുന്നു 3 പ്രാവശ്യം. അത് കളവ് ആയിട്ട് നമുക്കൊന്നും തോന്നൂല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിനെ മതിക്കുന്ന വലിയ ഒരു അപരാധമായി അദ്ദേഹത്തിന് തോന്നിയ 3 കാര്യങ്ങളോ ഇങ്ങനെ ചെയ്ത ഞാൻ എങ്ങനെയാണ് ഇനി അള്ളാഹുവോട് ഇതിനെപ്പറ്റി പറയാം? ഞാൻ എൻ്റെ കാര്യം നഫ്സി എൻ്റെ കാര്യം തന്നെ പരിങ്ങലിലാണ് എന്ന അത്രയും ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ അവിടെ പറ്റുക. അപ്പൊ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ ഏകദേശം 150-ലധികം വർഷം ജീവിച്ച ഒരു പ്രവാചകനാണെന്നാണ് ചരിത്രം പറയുന്നത്. ചില റിപ്പോർട്ടുകളിലൊക്കെ 175 വർഷം ആയിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ദീർഘമായ കാലം ജീവിച്ച ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആകെ തൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു വീഴ്ച എന്ന് പറയുന്നത്, ഒരു വീഴ്ച എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് അറിയോ? 3 പ്രാവശ്യം ഞാൻ ഉള്ളതല്ലാത്ത ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും എന്താന്ന് വെച്ചാൽ, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇങ്ങനെ ഈ വിഗ്രഹാരാധകനോടൊക്കെ വലിയ പ്രതിഷേധം തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ഇത് ജനങ്ങളെ ഒന്ന് കണ്ണു തുറപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അങ്ങനെ അദ്ദേഹം എല്ലാവരും ആ നാട്ടിലുള്ള വലിയ ഒരു പൂരം നടക്കുന്ന സന്ദർഭത്തിൽ, ക്ഷേത്രത്തിലെ പൂരം നടക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആരാധനാലയത്തിലെ വലിയ പൂരം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂട്ടുകാരൊക്കെ വിളിച്ചു, വാ നമ്മൾ ആ പൂരം നടക്കണം, നമുക്കൊന്ന് പോകാം. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് സുഖല്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെ ചില ഉദ്ദേശം ഉണ്ടായിരുന്നു. ആൾക്കാരെല്ലാം പൂരത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി അവിടുത്തെ വിഗ്രഹങ്ങളെ അദ്ദേഹം ഒരു പാഠം പഠിപ്പിക്കാൻ അങ്ങനത്തെ ഒരു പ്ലാൻ ഇട്ടുകൊണ്ട് അവരിയ്ക്കുകയാണ്. അപ്പം ആളുകൾ വന്ന് തൻ്റെ കൂടെ പോരണം, വാ ഇബ്രാഹിമിനെ പോവാ. ചെറുപ്പക്കാരനാണല്ലോ ഇബ്രാഹിം, വളരെ ചെറുപ്പക്കാരനാണ് ആ സന്ദർഭത്തിൽ. ആരടാ ഇത് ചെയ്തത് ചോദിച്ചപ്പോ ഇബ്രാഹിം എന്നൊരു ചെറുപ്പക്കാരൻ ഇതിന് നമ്മുടെ ദൈവങ്ങളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ആളുകൾ പറയുകയും അങ്ങനെ ഇബ്രാഹിമിനെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തേക്കുള്ള സന്ദർഭമുണ്ടല്ലോ. അപ്പോൾ ചെറുപ്പക്കാരനെ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് സുഖം എന്ന് പറഞ്ഞു. അതാണ് ഇബ്രാഹിം നബിയുടെ പരലോകത്തെത്തുമ്പോൾ ഞാനൊരു കളവ് പറഞ്ഞല്ലോ, അന്ന് എനിക്ക് സുഖമില്ലായൊന്നുമില്ല, എന്നിട്ടും ഞാൻ സുഖമില്ല പറഞ്ഞല്ലോ. അതിനാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ പേടി. അതാണ് ഇപ്പം അദ്ദേഹം വലിയ ഒരു കളവ് ഞാൻ പറഞ്ഞു പോയി എന്നുള്ളതിൽ പരലോകത്തെത്തുമ്പോൾ പേടിക്കുന്ന ഒരു വിഷയമല്ല. രണ്ടാമത്തെ വിഷയം അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹം അവരുടെ മന്ദിരത്തിൽ കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ അദ്ദേഹം തച്ചു. ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ഒരു മഴു തൂക്കിയിട്ടിട്ട് മൂപ്പരവിടെ ഇറങ്ങിപ്പോയി. ആളുകൾ ഈ പൂരം ഒക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പം മന്ദിരത്തിലെ വിഗ്രഹങ്ങളൊക്കെ കുറേ വിഗ്രഹങ്ങൾ തച്ചടക്കപ്പെട്ടിട്ടുണ്ട്. വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ടിട്ടുണ്ട്. ചരിത്രമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പം അദ്ദേഹം അതിന് എന്താണ് ആളുകൾ ഒരു കണ്ണ് തുറപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ രീതിക്കനുസരിച്ചുള്ള രീതിയാണ്. ഇന്നിപ്പോൾ നമുക്ക് ഇബ്രാഹിമിനെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നാൽ നമുക്കങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അതൊരിക്കലും അനുവദിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ പിടികൂടി ഇങ്ങനെ ഒരു യുവാവ് നടക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു, ഇബ്രാഹിം നീയാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ
അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു ഇല്ല, അത് ആ വലിയ വിഗ്രഹം ചെയ്തതാണ്, ചോദിച്ചു നോക്കിയിരുന്നു. അപ്പൊ ആളുകൾ എന്താ പറയുന്നത്, ആ വലിയ വിഗ്രഹം ചെയ്തതാണ്, അതിനോട് കിടന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞു ശരി തന്നെയാണല്ലോ, എന്താണ് ഇബ്രാഹിം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എന്നൊക്കെ ആളുകൾ ചിന്തിച്ചെങ്കിലും സുമ്മനൊക്കിസുന്നാണ്. പിന്നെ ആളുകൾ വിഗ്രഹങ്ങളെ പറ്റിയാണോ നീ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബിനെ പിടിക്കുകയും തീ കൊട്ടാരത്തിലിടുകയൊക്കെ ചെയ്ത ചരിത്രം ഒക്കെ ചരിത്രത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം നബിനെ സംഘടിപ്പിച്ചേക്കാളും വലിയ വിഗ്രഹം അല്ലല്ലോ അത് ചെയ്തത് ഞാൻ ചെയ്തൊരു സംഗതിയെ പറ്റിയാണല്ലോ ഞാൻ പറഞ്ഞത്, അതാ വലിയ വിഗ്രഹം ചെയ്തതാണോ എന്ന്. അതും അദ്ദേഹത്തെ വധിക്കണം, പരലോകത്തെത്തുന്നു, ഇങ്ങനെ ഒരു കളവ് പറഞ്ഞല്ലോ. മൂന്നാമത്തെ സംഗതി, അദ്ദേഹം ഈജിപ്തിലേക്ക് തൻ്റെ കുടുംബവുമായി യാത്ര പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു, അവിടെ ഉള്ള ഒരു പ്രധാനിയായ രാജാവ് അദ്ദേഹം സുന്ദരികളായ ഈ ഭർത്താക്കന്മാരോട് ഒരുമിച്ച് വരുന്ന ഭാര്യമാരെ അദ്ദേഹത്തിന് അഥവാ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വിളിച്ച് പിന്നെ വിവാഹമോചനമൊക്കെ നടത്തിയിട്ട് അവർ സ്വന്തമാക്കുന്ന ഒരു സമ്പ്രദായം അവരുടെ ഇടയിലുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ പോവുകയാണ്, അഥവാ ഇങ്ങനെ ഇയാൾ വന്ന് ഇയാളുടെ ഇങ്ങന്മാർ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്താൽ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഒത്താണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യും, ഇവർ പിടിച്ചു കൊണ്ടുപോകും എന്നുള്ള സംശയം. അപ്പൊ അങ്ങനെ അതും യഥാർത്ഥ സഹോദരിയല്ല, ഒരു ഭാര്യയാണല്ലോ. പിന്നെ വിശാലമായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യന്മാരും സഹോദരന്മാരെന്നൊക്കെ അർത്ഥമൊക്കെ നമുക്കതിനെപ്പറ്റി വിചാരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഇത്തരം ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണെങ്കിലും ഈ ജീവിതത്തിൽ വലിയൊരു പ്രയാസമുള്ള സന്ദർഭത്തിലാണെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞു പോയല്ലോ. ഈ 3 സംഗതിയാണ് ഇബ്രാഹിം നബിക്ക് തൻ്റെ 100 ചില്ലാനം വർഷം ജീവിച്ച ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ അപാകതയായി, തെറ്റായി അദ്ദേഹത്തിന് ഇപ്പോ പേടി തോന്നുന്ന സംഗതി അതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, നമ്മളെ പറ്റി പോകുന്ന ആലോചിച്ചു, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങൾ നമ്മൾ വരുന്നു. അപ്പോൾ എനിക്ക് സുഖല്ല എന്ന് പറയുന്നത്, അങ്ങനത്തെ സംസാരങ്ങൾ, അത് ഇപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞ സന്ദർഭമൊക്കെ നമുക്കറിയാം. അതിന് അയാൾ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ് ഇബ്രാഹിം. അപ്പൊ ഇങ്ങനത്തെ നമ്മളൊക്കെ ഈ വളരെ ഒരിക്കലും ഇതൊന്നും ഒരു കളവായിട്ട് നമ്മൾ കണക്കാക്കില്ല. ഇതൊന്നും ഒരു കളവല്ല യഥാർത്ഥത്തിൽ. വാസ്തവത്തിൽ ഇതൊന്നും ഒരു കളവായിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്നിട്ടും ഇബ്രാഹിം നബി അതിൻ്റെ ഗൗരവം ഓർത്തുകൊണ്ട് പരലോകത്ത് എനിക്ക് പഠിച്ചവന്റെ മുമ്പിൽ പറയാൻ പറ്റൂല എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന ആ വശമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ സംഗതി, ഇബ്രാഹിം നബിനെ പറ്റി സത്യസന്ധൻ, സത്യം മാത്രം പറയുന്ന ആള് എന്നുള്ളത് ആണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ ഒരാളെ നമ്മൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇത്ര കാലം ജീവിച്ചു പോയിട്ട് ആകെ വാസ്തവ വിരുദ്ധമായി എന്ന് പറയാവുന്ന ഇങ്ങനൊരു 3 സംഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാല് അത് 125 കൊല്ലത്തിനിടക്ക് നടന്ന സംഭവം. നമ്മളൊക്കെ ഒരു ദിവസത്തിന്റെ ഇടക്ക് ഇത്തരം അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുത് എന്തെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ദിവസം വേണ്ട മണിക്കൂറുകൾ കഴിയുമ്പോൾ, ഒരു ചർച്ച നടത്തി പിരിയുമ്പോൾ, അഭിപ്രായങ്ങൾ പറഞ്ഞ് പോകുമ്പോൾ എത്ര ഇതുപോലെ സംഗതികൾ പറഞ്ഞു പോകുന്നത്. അപ്പോ എത്ര വലിയ മഹാനായിരിക്കണം ഇബ്രാഹിം നബി സത്യസന്ധതയുടെ വിഷയത്തിൽ ഉള്ളത്. സത്യം മാത്രം പറയാനുള്ള വിഷയത്തിൽ എത്ര വലിയ മഹാനായിരിക്കണം. നൂറ്റാണ്ടുകൾക്കിടയിൽ ഇത്ര മാത്രമേ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഇബ്രാഹിം നബിയുടെ വ്യത്യസ്തമായ ഗുണത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഗുണത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. സത്യസന്ധത എന്ന് പറയുന്നത് കഴിവിൻ്റെ പരമാവധി സത്യം പറയാമെന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പല ആളുകളും വളരെ നിസ്സാരമായി വെറുതെ ആവശ്യമില്ലാതെ ഇപ്പൊ ഇബ്രാഹിം നബി കുടുങ്ങി അടക്കിയ വളരെ പ്രയാസമുള്ള സമയത്ത് ഭാര്യനെ പറ്റിന്റെ സഹോദരിയാന്ന് പറഞ്ഞൊരു വാക്കിനെ അദ്ദേഹം പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ആവശ്യമില്ലാതെ
വെറുതെ നമ്മൾ എത്ര കളവുകൾ ഇങ്ങനെ ജീവിതത്തിൽ എങ്ങനെ പറഞ്ഞു പോകണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. ചെറിയ ചെറിയ ലാഭം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിൽപ്പന നടത്തുന്ന ആളാണെങ്കിൽ അതിന് 10 റുപ്യക്ക് വാങ്ങിയതാണ്, 10 റുപ്യക്ക് വാങ്ങിയത് വെറുതെ ഇങ്ങനെ പറയും. അതുകൊണ്ട് അയാൾക്ക് കിട്ടാൻ പോകണമൊന്നുമില്ല, ചെറിയൊരു ലാഭമേ കിട്ടുള്ളൂ. അതും 10 റുപ്യക്കാന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കിട്ടുന്നത് അതന്നെ കിട്ടുള്ളൂ. അങ്ങനെ ആവശ്യമല്ലാതെ ചെറിയ ചെറിയ സംഗതികൾക്ക് തന്നെ കളവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയാം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. ജീവിതത്തിൽ അങ്ങനെ കളവുകൾ നമ്മൾ പറയാതെ, പരമാവധി പറയാതെ, എന്നാൽ ചില സന്ദർഭങ്ങളിൽ കളവായി പറയേണ്ട ഗതികെട്ട സന്ദർഭം ഉണ്ടാവും. പക്ഷെ അപ്പോഴും പരമാവധി സൂക്ഷിക്കുക എന്നതാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഒരാളുടെ കൂടെ മദീനത്തേക്ക് ഇങ്ങനെ ഹിജ്റ പോവാണ്. ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ഈ നബിയുടെ തലക്ക് 100 ഒട്ടകം വില പറഞ്ഞിരിക്കുന്ന സമയമാണ്. ആര് നബിനെ കൊണ്ടുവന്നാൽ, ജീവനോടെ അല്ലാതെ കൊണ്ടുവന്നാൽ, ഒരു 100 ഒട്ടകം. ഇന്നത്തെ കണക്കൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ അതിന് പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ നബിയെ കണ്ടിട്ടില്ലാത്ത ഒരാള് നബിയും അബൂബക്കർ സിദ്ദീഖും ഇങ്ങനെ പോകുമ്പോൾ, നബി അബൂബക്കർ സിദ്ദീഖും ഇങ്ങനെ യാത്ര പോവാണല്ലോ. യാത്ര പോണ സന്ദർഭത്തിൽ ഒരാള്, ഒരു ശത്രുപക്ഷത്തുള്ള ഒരാള്, അദ്ദേഹത്തിന് നബിനെ കണ്ടിട്ടൊന്നുമില്ല, ഈ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ തമ്മിൽ കണ്ടപ്പോൾ ഇതാരാ അബൂബക്കറെ കൂടെ ഉള്ള ആള് എന്ന് ചോദിക്കുന്നത്. അബൂബക്കറിനെ അയാളറിയാം. അപ്പൊ അതുകൊണ്ട് ഇതാരാ കൂടെ ഉള്ളത് ചോദിക്കും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് അത് മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നം അതാണല്ലോ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് എന്നാലൊരു കളവാവും ചെയ്യരുത്. ഞാൻ പറയുന്ന സംഗതി ഈ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഒരു കളവാകാതിരിക്കുവാണല്ലോ. അദ്ദേഹം പറഞ്ഞു അതെന്റെ വഴികാട്ടിയാണ്. അപ്പൊ വഴികാട്ടി എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിന് ഈ മരുഭൂ യാത്രകളിലൂടെയൊക്കെ പോകുമ്പോഴൊക്കെ ഒരു വഴികാട്ടി കൂടെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോഴും ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ നബിയുടെ വഴികാട്ടിയായി കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ വന്ന ആളോട് ഇതിന്റെ വഴികാട്ടിയാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെ വഴികാട്ടി തന്നെയാണ്. പക്ഷെ കേൾക്കുന്ന ആളുടെ മനസ്സിലെ വഴികാട്ടി എന്ന് പറഞ്ഞാൽ അത് ഈ വഴി കാണിച്ചുകൊണ്ട് നമ്മളെ യാത്രയിലുള്ള വഴികാട്ടിയിട്ടാണ്. അപ്പൊ അങ്ങനത്തെ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും അവര് പരമാവധി സത്യമാകാൻ അവർ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദകുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത്ര സത്യസന്ധത പാലിക്കാൻ സാധിച്ച ഒരു പ്രവാചകന്റെ അനുയായികളായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇബ്രാഹിം നബിയുടെ മറ്റൊരു സവിശേഷത പറയുന്നത് ഷാക്കിറല്ലി അനുഭൂമിഹി, തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം നബി. അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട സംഗതിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പല അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ടാവും. ഈ അനുഗ്രഹം കിട്ടിയെന്ന് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ അത് കിട്ടാത്ത ആളുകളെ നോക്കിയെങ്കിൽ നമുക്കത് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും. അപ്പം നമുക്ക് ബോധ്യം, നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹമുണ്ട്. നേരെയുള്ളവരിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് അനുഗ്രഹങ്ങൾ മനസ്സിലാകും. നേരെയുള്ളവർക്ക് നോക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിലും മറ്റുള്ള സംഗതികളൊക്കെ മുകളിലേക്ക് നോക്കിയിട്ട് ഏറ്റവും ഉയരങ്ങളിലേക്ക് നോക്കിയിട്ടാണ്. അങ്ങനെയാണല്ലോ നമുക്ക് ഉയരങ്ങളിൽ ഏറ്റവും ഉയരമുള്ളത് എത്തിപ്പിടിക്കാനും അത് എനിക്ക് കിട്ടണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഒരു സമാധാനം കിട്ടാനും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ വലുപ്പം അറിയണമെങ്കിലും അത് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് വളരെ ചെറുതായിട്ടേ നമുക്ക് തോന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ ഒരു നടന്നു പോകുന്ന ഒരാള്
സൈക്കിളിന് പോണ ഒരാളെ കണ്ടുകാണ്ട് പഠിച്ചോനെ എനിക്കൊരു സൈക്കിളില്ലല്ലോ വിചാരിച്ചിട്ട് കാര്യമില്ല. സൈക്കിളിന് പോണ ആള് കാറിലുള്ളവരാണ് എല്ലാം നോക്കേണ്ടത്. കാറിൽ പോണ ആള് പിന്നെ മുന്തിയ കാറിൽ പോകണമെന്നല്ല, അങ്ങനെയല്ല നോക്കേണ്ടത്. നടന്നു പോണ ആള് നോക്കേണ്ടത് നടക്കാൻ കഴിയാത്ത കുറേ ആൾക്കാർ അവരിലേക്കൊന്ന് പോകും. നടക്കാനെങ്കിലും വഴിയുണ്ടല്ലോ. സൈക്കിളിൽ പോണ ആളുകൾക്ക് നോക്കാൻ കഴിയുന്നത് എനിക്ക് സൈക്കിളെങ്കിലും ഉണ്ടല്ലോ, ഇത് നടന്ന് സൈക്കിളും ഇല്ലാതെ നടന്നു പോണ ആൾക്കാർ. അങ്ങനെ താഴേക്ക് നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നമ്മളൊരു പേര് നമ്മൾ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പറയുന്നതാണ്. അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹത്തിൽ ഷാക്കിറല്ലി അൽഉമി, അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹത്തിൽ അദ്ദേഹം നന്ദി കാണും. അപ്പൊ നന്ദി കാണിക്കണമെങ്കിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടായി എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ ഒരു ഗുണവും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ജീവിതത്തിലെ ഇദ്ദേഹത്തിൻ്റെ പറ്റി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ സൽ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ